കച്ചോരി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ് കേട്ടോ. സാധാരണ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ആട്ടയിൽ കേട്ടോ. 3 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലയുടെ തണ്ട്, 1/2 ടേബിൾ സ്പൂൺ വെച്ച് ജീരകം, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം വറ്റി വരുമ്പോൾ അതിനെ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ ഉരുള പിടിച്ച് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ടായിരിക്കും. അതിന് ഒരു ഉരുള മാവെടുത്ത് ഒന്ന് കൈകൊണ്ട് പരത്തി അതിനകത്ത് ഈ ഗ്രീൻ പീസിൻ്റെ ഉരുള വെച്ച് 4 സൈഡും ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. എണ്ണ ചൂടാക്കാനായിട്ട് വെക്കണം. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോരുത്, ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇതിലേക്കൊരു 3-4 കച്ചോരിയുടെ പീസ് ഇട്ട് കൊടുത്ത് മെല്ലെ പൊരിച്ചെടുക്കണം. നല്ല സ്ലോലി വേണം പൊരിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല കേട്ടോ. അത് നല്ലപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം ഫുള്ള് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക കേട്ടോ.